ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ അപേക്ഷ കോടതി ഇപ്പോൾ തള്ളി. ശരത് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ മുഖ്യപ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഇന്നിപ്പോൾ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിച്ച ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ എന്തായാലും തള്ളിയിരിക്കുന്നത്. രണ്ടുപേരുടെ ജാമ്യാപേക്ഷയായിരുന്നു കോടതി പരിഗണിച്ചത്. ഒന്ന് സുൽത്താൻ്റെയും ഒപ്പം ഭാര്യ തസ്ലീമ സുൽത്താനയുടെയും. ഇരുവരുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് ഒരു മാസം ആയ ശേഷമായിരുന്നു ഇത്തരത്തിൽ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് എത്തിയത്. ഈ മാസം ആദ്യമാണ്, 1-ാം തീയതിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. പിന്നീട് അതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇന്നിപ്പോഴാണ് കോടതി അത് പരിഗണിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഇപ്പോൾ ഇത് തള്ളുകയും ചെയ്തത്. നേരത്തെ തന്നെ ഇവർക്കെതിരായ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട സമയത്തടക്കം കൂടുതൽ തെളിവും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ അന്വേഷണ സംഘം കോടതി അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ആ ഘട്ടത്തിൽ നൽകരുത് എന്ന് ഇന്നിപ്പോൾ എന്തായാലും കോടതിയിൽ പ്രോസിക്യൂട്ടർ വാദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസിൽ കൂടുതൽ കണ്ണികളുണ്ട് എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ തന്നെ അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നടന്മാരായ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള താരങ്ങളെയും മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഒപ്പം സിനിമാ മേഖലയുമായി അനുബന്ധ പ്രവർത്തനം നടത്തുന്നവരൊക്കെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം നൽകിയ ഒരു പക്ഷേ അത് അന്വേഷണത്തെ കൂടി ബാധിക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3 പ്രതികളും റിമാൻഡിലാണ്. അതായത് തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനൊപ്പം മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ്, ഈ 3 പേരാണ് ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടത്. ഈ 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. ശരി, ശരത് ആണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതികളാണ് തസ്ലീമയും ഭർത്താവ് സുൽത്താനും. രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു.